വർഗീയ പരാമർശത്തിൽ വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ താൻ പറഞ്ഞത് വളച്ചൊടിച്ചു, അത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചു. തന്റെ മതനിരപേക്ഷ നിലപാടിനെ വ്രണപ്പെടുത്തുന്നതാണ് ഇപ്പോഴത്തെ പ്രചാരണം. ജാതിമത വ്യത്യാസമില്ലാതെയാണ് ജനങ്ങളെ സ്നേഹിക്കുന്നതെന്നും സജി ചെറിയാൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. ഈ പ്രസ്താവന സജി ചെറിയാൻ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. വർഗീയ പ്രസ്താവനയിലാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണത്തിലാണ് ഒരു പ്രസ്താവന വന്നിരുന്നത്. പക്ഷേ ആ പ്രസ്താവനയും സജി ചെറിയാൻ പിൻവലിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ CPM തിരുത്തും എന്നറിഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചില നടപടികളിലേക്ക് ഇല്ലെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലേക്ക് പാർട്ടി കടക്കില്ല എന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസം ലഭ്യമായിരുന്നു. ആ സാഹചര്യത്തിലാണ് പ്രസ്താവന വന്നത് എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ ആ പ്രസ്താവന ഇപ്പോൾ സജി ചെറിയാൻ പിൻവലിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളൊരു വിലയിരുത്തൽ നേരത്തെ ഉണ്ടായിരുന്നു. ഏതാണ്ട് സെയ്ഫ് സൈൻലാബ്ദീൻ ചേരുന്നുണ്ട്. സെയ്ഫ് ഖേദം പ്രകടിപ്പിച്ചു എന്നാണ് കരുതിയത്. പക്ഷേ പ്രസ്താവന വളച്ചൊടിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ പ്രസ്താവന പിൻവലിച്ചു എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? സജി ചെറിയാന്റെ പ്രസ്താവന അത് വലിയ രീതിയിലുള്ള തിരിച്ചടി അത് പാർട്ടിക്കുണ്ടാക്കും, തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന ബോധ്യം CPM നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. പാർട്ടിക്കുള്ളിൽ തന്നെ സജി ചെറിയാൻ ആ പ്രസ്താവന പിൻവലിക്കണം എന്ന ആവശ്യം ഉയർന്നു വന്നു. പ്രസ്താവന പിൻവലിക്കാൻ വേണ്ടി പാർട്ടി ആവശ്യപ്പെടും എന്നുള്ള വാർത്ത ഇന്നലെ തന്നെ നമ്മൾ നൽകിയതാണ്. അങ്ങനെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പാർട്ടി അത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് ആ പ്രസ്താവന പിൻവലിക്കുന്നതാണ് നല്ലത് എന്ന ആ തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തിച്ചേർന്നത്. സജി ചെറിയാനോട് ഇക്കാര്യം പാർട്ടി നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തു. രാവിലെ 10 മണിയോടുകൂടി ഓൺലൈനായി ക്യാബിനറ്റ് യോഗമുണ്ടായിരുന്നു. ആ ക്യാബിനറ്റ് യോഗത്തിന് ശേഷമാണ് സജി ചെറിയാൻ ഒരു പത്രക്കുറിപ്പ്, അദ്ദേഹം ചെങ്ങന്നൂർ വീട്ടിലാണ് ഉള്ളത്, അദ്ദേഹം ഒരു പത്രക്കുറിപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ആ പ്രസ്താവന കാസർഗോഡ് ജില്ലയെ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് നടത്തിയ ആ പ്രസ്താവന താൻ പിൻവലിക്കുന്നു, നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് സജി ചെറിയാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് പിൻവലിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം പല ഘട്ടങ്ങളിൽ പല സമയങ്ങളിൽ ഉയർന്നു വന്നതാണ്. പ്രതിപക്ഷമാണെങ്കിൽ അത് വലിയ ആയുധമാക്കി രംഗത്ത് വന്നതാണ്. നിയമസഭാ സമ്മേളനം ഇന്നലെ മാധ്യമങ്ങളാണ് ഇത് വളച്ചൊടിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ തൊട്ടടുത്ത ദിവസം തന്നെ വന്നിട്ടാണ് ഈ കണക്ക് കാസർഗോഡ് 11 പേര്, മലപ്പുറത്ത് 22 പേര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണക്കുകൾ കൂടി പറഞ്ഞുകൊണ്ട് അതിൽ ആ വിവാദ പ്രസ്താവനയിൽ സജി ചെറിയാൻ ഉറച്ചു നിന്നത് മാത്രമല്ല, പിറ്റേത്തെ ദിവസം വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ അനുകൂലിക്കുന്നത് നമ്മൾ കണ്ടു, ആ പ്രസ്താവനയെ അനുകൂലിക്കുന്നത് കണ്ടു. അതിനപ്പുറത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യും, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ. അതുമാത്രമല്ല, ഈ പ്രസ്താവന അത് ഏത് തരത്തിലൊക്കെ ചർച്ചയായിട്ടുണ്ട്, എങ്ങനെയൊക്കെ പാർട്ടിക്കകത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഭിന്നസ്വരങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്ന സാഹചര്യത്തിൽ ഇത് പിൻവലിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് അത്രയും സമ്മർദ്ദത്തിൽ പിൻവലിച്ചു എന്നതിനപ്പുറത്തേക്ക് പാർട്ടിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് ഖേദം പ്രകടിപ്പിച്ചതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ലല്ലോ അല്ലേ? അത് ഇന്നലെ തന്നെ ആയിരുന്നുണ്ടെങ്കിൽ അത്രയും ഡാമേജ് പാർട്ടിക്കും സജി ചെറിയാനും കുറഞ്ഞിരുന്നേനെ. അദ്ദേഹം ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, തന്റെ 42 വർഷത്തെ പൊതുജീവിതത്തിൽ താൻ ഒരു മതേതരവാദി തന്നെയായിരുന്നു. ഇന്നലെ അദ്ദേഹം ബൈറ്റ് കൊടുക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ അത് തന്നെയാണ്, താൻ ഒരു മതേതരവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രസ്താവന, അതിന്റെ തലേ ദിവസം ഈ പ്രസ്താവന അദ്ദേഹം നടത്തിയത്. അത് ഇന്നലെ തന്നെ അദ്ദേഹം ആ പ്രസ്താവന പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായിരുന്നുണ്ടെങ്കിൽ അത്രയും ചർച്ചകൾക്ക് അത് വഴിവെക്കില്ലായിരുന്നു. പക്ഷേ പാർട്ടി നിർദ്ദേശം ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് പിൻവലിച്ചുകൊണ്ട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് സജി ചെറിയാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ നാളെ നിയമസഭാ സമ്മേളനത്തിന്റെ സാധാരണഗതിയിലുള്ള പോക്കാണ്. നാളെ മുതൽ 3 ദിവസം നന്ദിപ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഇതിന്മേലുള്ള ചർച്ചയാണ് നടക്കുന്നത്. പോളിസി ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടക്കുന്നത്. ആ ചർച്ചയ്ക്ക് ഇടയിൽ എപ്പോഴെങ്കിലും ഭരണപക്ഷത്തെ അംഗങ്ങളല്ല പ്രതിപക്ഷത്തെ അംഗങ്ങൾ ഇതെടുത്ത് ഉപയോഗിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. നാളെ 0 ഓവറുണ്ട്. 0 ഓവറിൽ അടിയന്തര പ്രമേയമായ വിഷയം പ്രതിപക്ഷം കൊണ്ടുവന്നാലും അത് സർക്കാരിനെ വെട്ടിലാക്കുന്ന കാര്യമായി പോകും. സജി ചെറിയാൻ ഇന്ന് നിയമസഭയിൽ എന്ത് പറഞ്ഞ് ന്യായീകരിച്ചാലും ആ ന്യായീകരണത്തിന് ഒരു തൃപ്തി പോരാതെയാവും. അതുകൊണ്ടാണ് നിയമസഭാ സമ്മേളനം നാളെ സാധാരണഗതിയിൽ മുന്നോട്ട് പോകുന്ന ആ സമയത്ത് അതിന് മുന്നോടിയായി തന്നെ അത് പിൻവലിക്കാമെന്ന തീരുമാനം പാർട്ടി നേതൃത്വം എടുക്കുകയും സജി ചെറിയാനോട് അക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തത്. അങ്ങനെ നിർവ്യാജ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് സജി ചെറിയാൻ